ഉറുഗ്വേയിൽ നിന്നും ചില്ലിയിലോട്ടൊരു ഫ്ലൈറ്റ് പോകുവാണ്. ഈ ഫ്ലൈറ്റിനുള്ളിൽ കുറേ ആൾക്കാരുണ്ട്. അതായത് ഒരു റഗ്ബി ടീമിൽ ചേർന്ന കുറേ പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അത് സാധാരണ പാസഞ്ചേഴ്സ് ഉണ്ട്. അതിന്റെ ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും അടങ്ങുന്ന ഒരു 10-45 ആൾക്കാരോളം ആ ഫ്ലൈറ്റിനുള്ളിലുണ്ട്. ഇവര് കുറച്ചുപേര് ഇങ്ങനെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവരൊട്ടും പ്രതീക്ഷിക്കാതെ വലിയൊരു മഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക പോലെ മഞ്ഞ് വന്ന് ഇവരെ കവർ ചെയ്യുക. അതായത് ഇവർ അതിനുള്ളിലോട്ട് കയറുവാണ്. ഒന്നും ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലോട്ടായി. മാത്രമല്ല മുന്നിൽ വലിയ പർവ്വതങ്ങളുണ്ട്, മഞ്ഞുമലകൾ, അതായത് ഈ ശിഖരങ്ങളൊക്കെ പോലെ നിൽക്കുന്ന രീതിയിൽ കയറി ഇറങ്ങി മഞ്ഞുമലകളുണ്ട് ഫ്രണ്ടിൽ. നമ്മുടെ പൈലറ്റിനെ സംബന്ധിച്ചും ഇവരെ സേഫായിട്ട് കൊണ്ടുപോകുക, ഇതിലൊന്നും തട്ടാതെ കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷേ നെഗറ്റീവായിട്ട് തന്നെയാണ് വന്നത്. പ്ലെയിൻ ക്രാഷ് ആകുകയാണ് അവിടെ. അതിന്റെ ഒരു ഭാഗം ഈ മഞ്ഞുമലയുടെ ഒത്തിരി അടി താഴെയുള്ള ഈ മഞ്ഞുമലയുടെ ഒരു പ്രതലത്തിൽ വന്ന് വീഴുവാണ് ഒരു ഭാഗം. അതിനുള്ളിൽ ആൾക്കാർ പരിക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ വിചാരിക്കുന്നു രക്ഷപ്പെട്ടല്ലോ, എന്തായാലും ജീവനെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും ഇവര് വന്ന് വീഴുന്ന സ്ഥലം അത്രത്തോളം അത് കഠിനമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടുന്ന് സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാലും വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം മഞ്ഞിങ്ങനെ കിടക്കുവാണ്, അങ്ങനെ ഒത്തിരി ഓളം മഞ്ഞിങ്ങനെ കിടക്കുവാണ്. അതിനുള്ളിൽ കൂടി നടന്നാൽ പോലും എത്തുക എന്നുള്ളത് കഠിനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല മഞ്ഞ് പെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്പം ഒന്ന് വിശ്രമിക്കാം, ഒന്ന് കണ്ണടയ്ക്കാന്ന് വെച്ചാൽ പോലും ചിലപ്പോൾ എണീക്കണമെന്ന് നിർബന്ധമില്ല. അപ്പത്തേനും മഞ്ഞ് അട്ടിയായിട്ട് വന്ന് വീണിട്ടുണ്ടാവും, നമ്മുടെ മേത്ത് വീണിട്ടുണ്ടാവും. ആ രീതിയിലാണ് മഞ്ഞ്, അതും ശരീരം ഉറപ്പിച്ച് കളയുന്ന തണുപ്പ്. പിന്നീട് ഇവർ സർവൈവ് ചെയ്തോ രക്ഷപ്പെട്ടോ എന്നൊക്കെയാണ് കഥ പിന്നെ മുന്നോട്ട് പറയുന്നത്. എന്തായാലും ഈ സിനിമ, അതായത് ഈ കഥ യഥാർത്ഥ ഒരു സംഭവത്തെ ആസ്പദമാക്കി തന്നെ വന്നൊരു കഥയാണ് ഈ സിനിമയ്ക്കുള്ളിലുള്ള ഈ കഥ. അപ്പൊ അത് അധികം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇട്ട് ബിൽഡപ്പ് ചെയ്യാതെ വളരെ നീറ്റായിട്ട് കുറച്ചുകൂടി റിയാലിറ്റി നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും സിനിമ. അപ്പൊ എന്തായാലും സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളൊക്കെ നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള നല്ല സിനിമകൾ, അല്ലെങ്കിൽ റിലീസ് ആവുന്ന സിനിമകൾ, അല്ലെങ്കിൽ ചെറിയ സിനിമകളിലൊക്കെ നല്ല സിനിമകൾ അതൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, മൂവി ഫെറോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 പുറത്തു വന്ന ഒരു സ്പാനിഷ് സർവൈവൽ ത്രില്ലർ മൂവിയാണ് സൊസൈറ്റി ഓഫ് ദ സ്നോ. ജെ.എ. ബയോന അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു സർവൈവൽ ത്രില്ലർ എന്ന് മാത്രമല്ല, ഒരു സർവൈവൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും സിനിമയെ പറയാം. ത്രില്ലറും ഡ്രാമയും കൂടി ഉണ്ട്. അപ്പൊ അതും എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. മാത്രമല്ല ചിത്രത്തിൽ എനിക്ക് ഏറ്റവും ഇംപ്രസീവായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു കംപ്ലീറ്റ് മേക്കിംഗ് തന്നെയാണ്. പറയാതിരിക്കാൻ പറ്റില്ലാത്തൊരു സംഭവം തന്നെയാണ്. അത്രത്തോളം നീറ്റായിട്ട് തന്നെ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും, മാത്രമല്ല അതിൽ അഭിനയിച്ച എല്ലാവരും അവരവരുടെ റോളുകളും കാര്യങ്ങളും ഒക്കെ അത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് ആ ഒരു മേക്കിങ്ങിൽ കിട്ടിയത് എന്ന് തന്നെയാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. അപ്പൊ എന്തായാലും ചിത്രത്തിൽ എനിക്ക് ഇംപ്രസീവായി തോന്നിയ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. സിനിമ ഞാൻ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് നീറ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ എനിക്ക് തന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ എന്തായാലും റിവ്യൂ ചെയ്യണം, റിവ്യൂ അല്ലെങ്കിൽ അത് നിങ്ങളിലോട്ട് എത്തിക്കണം. അപ്പൊ അതിന് ഇത്രയും കണ്ട ആ ഒരു കാര്യങ്ങൾ മാത്രം പോരാ, കുറച്ചുകൂടി പഠിക്കണം. അങ്ങനെ ഞാൻ സിനിമയെ പറ്റി നോക്കിയപ്പോഴാണ് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിന്റെ 80% കാര്യങ്ങളും, അതായത് സിനിമയുടെ ഒരു 80 ഭാഗവും സ്റ്റുഡിയോ ഷൂട്ടിംഗ് ആണ്, സ്റ്റുഡിയോയ്ക്കുള്ളിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവും, തീർച്ചയായിട്ടും സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് മൊത്തത്തിൽ റിയൽ ആയിട്ട് എടുക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ അത് ഈ പറയുന്ന പോലെ സ്റ്റുഡിയോ ഗ്രീൻ റൂം കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്ന് നമുക്കറിയാം. പക്ഷെ അത് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം. അല്ലെങ്കിൽ നമ്മളെ അത് ഫീൽ ചെയ്യിപ്പിച്ചില്ല, സ്റ്റുഡിയോയ്ക്കുള്ളിലാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും സിനിമയുടെ ആ ഒരു വിജയം. അതുപോലെ തന്നെ ഇപ്പൊ സിനിമാറ്റോഗ്രാഫി ആയാലും പറയുമ്പോൾ കുറെ വൈഡ് ആംഗിൾ ഷോട്ട്സുകളുണ്ട്. ഫ്ലൈറ്റ് ക്രാഷ് ആയ ശേഷം ക്രാഷ് ആവുന്നതിന് മുന്നേയും കാണിക്കുന്ന ആ ഒരു പർവ്വതങ്ങളുടെ ഇതൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള വൈഡ് ആംഗിൾ ഷോട്ട്സുകൾ കുറേ ഉണ്ട്. അതൊക്കെ എനിക്ക് വളരെ നീറ്റായിട്ട് തന്നെ തോന്നി. എഡിറ്റിങ്ങിലോട്ട് വരുമ്പോഴായാൽ പോലും പ്ലെയിൻ ക്രാഷ് ആവുന്നതിന് മുന്നേ ഒരു പാനിക് ആവുന്ന സീനുകളും, അല്ലെങ്കിൽ ആ ഒരു മഞ്ഞ് കവർ ചെയ്യുമ്പോൾ ചില സീനുകളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി കാണിക്കുന്നുണ്ട്. അതും എനിക്ക് വളരെ നീറ്റായിട്ട് തന്നെ തോന്നിയ കാര്യങ്ങളായിരുന്നു. പറയാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എടുത്ത് പറയണം. പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴും എല്ലാവരുടെയും പെർഫോമൻസ് ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും. പ്രത്യേകിച്ച് ഞാനിങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യകതയില്ല. മ്യൂസിക് മൈക്കിളാണ് ചെയ്തിരിക്കുന്നത്. അതും സിനിമയ്ക്ക് ഒത്ത ബലം തന്നെയായിരുന്നു. അത് പറയാതിരിക്കാനും പറ്റില്ല. കേൾക്കുക, നല്ല രീതിയിൽ നമ്മളെ എൻഗേജിങ് ആയി നിർത്താനായിട്ട് അതും തീർച്ചയായിട്ടും സിനിമയെ
സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് നല്ലൊരു മികച്ച എക്സ്പീരിയൻസ്, അത്രയ്ക്കും നീറ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ തന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണ്, അതിനെ കൈകാര്യം ചെയ്ത് ആ ഒരു രീതിയിൽ സിനിമയാക്കി കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ കഥ തന്നെ 1993 എലൈവ് എന്നും പറഞ്ഞ് പുറത്തിറങ്ങിയായിരുന്നു, ഒരു സിനിമ പുറത്തിറങ്ങിയായിരുന്നു. അതും നല്ല ഹിറ്റായിട്ട് വന്നൊരു സിനിമ തന്നെയായിരുന്നു, സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയായിരുന്നു. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി റിയാലിറ്റി നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ സിനിമ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി റിയൽ ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർവൈവൽ ത്രില്ലർ എന്നതുപോലെ തന്നെ ഒരു സർവൈവൽ ഡ്രാമ കൂടിയാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ലെങ്ത് നമുക്ക് തീർച്ചയായിട്ടും സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും. അതൊരു നെഗറ്റീവ് അല്ല, പക്ഷെ കുറച്ചുകൂടി റിയൽ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചതുകൊണ്ടാണ്. അത് ഈ സിനിമയ്ക്ക് അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രാധാന്യമുണ്ട്. കുറെ അവാർഡുകൾ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഓസ്കാർ നോമിനേഷൻ വരെ പോയിട്ടുണ്ട് സിനിമ. അപ്പം എനിക്ക് തീർച്ചയായിട്ടും വളരെയധികം ഇഷ്ടപ്പെട്ടു സിനിമ നിലവിൽ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, സബ് ടൈറ്റിലുണ്ട്. കുട്ടികൾ ഒക്കെ ആയിട്ട് കാണണോ വേണ്ടയോ എന്നുള്ളത് മുതിർന്നവർ കണ്ട ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. അത് ചെറിയ സീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കുട്ടികൾ മാതാപിതാക്കളൊക്കെ കണ്ട ശേഷം മാത്രം ഒരുമിച്ചിരുന്ന് കാണുന്നതിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കുക. എന്തായാലും ഇതുപോലെയുള്ള ഒരു നല്ല സിനിമ അല്ലെങ്കിൽ റിലീഫിംഗ് സിനിമ, അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.